മത്സരത്തിലെ വിമർശനങ്ങൾക്കൊക്കെ ഒരൊറ്റ മത്സരം കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് സ്പാനിഷ് താരമായ മൈക്കൽ ഒയർസബാൽ. സൗദിക്കെതിരെ ഇരട്ട ഗോളും അസിസ്റ്റുമായാണ് ഒയർസബാൽ കളം നിറഞ്ഞത്. ആദ്യ മത്സരത്തിൽ നാണം കെട്ട റെക്കോർഡ്, തൊട്ടടുത്ത മത്സരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീര നേട്ടം. വിമർശിച്ചവരുടെ വായടപ്പിച്ച് മൈതാനത്ത് വിസ്മയം തീർത്ത് സ്പാനിഷ് താരം മൈക്കൽ ഒയർസബാലിന്റെ മാസ് തിരിച്ചുവരവ്. ഒരു ഫുട്ബോൾ താരത്തിന്റെ കരിയറിൽ ഇതിലും വലിയൊരു വില്ലൻ ഹീറോ ട്രാൻസ്ഫോർമേഷൻ വേറെയുണ്ടാകില്ല. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നാണം കെട്ട റെക്കോർഡിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സ്പാനിഷ് താരം മൈക്കൽ ഒയർസബാൽ തൊട്ടടുത്ത മത്സരത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ചരിത്ര നേട്ടത്തിലേക്ക് നടന്നുകയറി. വെറും 90 മിനിറ്റുകൾ കൊണ്ട് വിമർശകരുടെ വായടപ്പിച്ച ഒയർസബാലിന്റെ മാസ് തിരിച്ചുവരവ് ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും ആവേശ കൊടുമുടിയിൽ എത്തിക്കുന്നതാണ്. കഥ തുടങ്ങുന്നത് കേപ്പ് വെർദെക്കെതിരായ സ്പെയിനിന്റെ ആദ്യ മത്സരത്തിൽ. അന്ന് മത്സരം തുടങ്ങി ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു തവണ പോലും പന്തിൽ തൊടാൻ ഒയർസബാലിന് കഴിഞ്ഞില്ല. 1966 ലോകകപ്പിന് ശേഷം ഒരു കളിയിലെ ആദ്യ അരമണിക്കൂറിൽ പന്ത് തൊടാൻ ഭാഗ്യമില്ലാതെ പോയ ആദ്യ താരമെന്ന നാണം കെട്ട റെക്കോർഡ് അതോടെ ഒയർസബാലിന്റെ പേരിൽ. മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുക കൂടി ചെയ്തതോടെ താരത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉയർന്നു. എന്നാൽ ഒയർസബാൽ എന്ന പോരാളി അവിടെ തളർന്നില്ല. സൗദിക്കെതിരായ രണ്ടാം മത്സരത്തിൽ കളി തുടങ്ങി വെറും 25 മിനിറ്റുകൾക്കുള്ളിൽ ആ ചീത്തപ്പേരെല്ലാം കഴുകിക്കളഞ്ഞു. സൗദി പ്രതിരോധത്തെ കീറിമുറിച്ച് ആദ്യ 25 മിനിറ്റിൽ തന്നെ 2 തകർപ്പൻ ഗോളുകളും ഒരു അസിസ്റ്റും ഒയർസബാൽ സ്വന്തം പേരിൽ കുറിച്ചു. കൗതുകമെന്തെന്നാൽ ആദ്യ കളിയിൽ 1966 ഒരു നാണം കെട്ട റെക്കോർഡ് സ്വന്തമാക്കിയ താരം രണ്ടാം മത്സരത്തിൽ 1966 ശേഷം ലോകകപ്പിന്റെ ആദ്യ 25 മിനിറ്റിൽ 3 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്ന രണ്ടാമത്തെ മാത്രം താരമെന്ന വിസ്മയ റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചു. ഇതിനു മുൻപ് ഈ നേട്ടത്തിലെത്തിയത് ഹംഗറിയുടെ ലാസ്ലോ ഫസേക്കസ് ആണ്. 1982 എൽ സാൽവഡോറിനെതിരെയായിരുന്നു ഈ നേട്ടം. ശാപത്തെ ചരിത്ര നേട്ടമാക്കി മാറ്റിയ സ്പാനിഷ് കുന്തമന വീണയിടത്ത് നിന്ന് വിശ്വവേദിയിൽ വിസ്മയം തീർത്ത സൂപ്പർ താരത്തിന്റെ പോരാട്ട വീരത്തിന് മുന്നിൽ ഫുട്ബോൾ ലോകം ഇപ്പോൾ ഒന്നടങ്കം കൈയടിക്കുകയാണ്. വെൽക്കം ഡെസ്ക് ന്യൂസ് മലയാളം.